എന്ന് പറഞ്ഞാൽ മോശം 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 മോശം. വെറുതെ പറയണല്ല കേട്ടോ, ഇന്ന് എൻ്റെ ഒരു മിനി വ്ളോഗാണ്. അതെൻ്റെ കൊച്ചിയിലെ അനുഭവം. അതേ ഗൈസ്, എനിക്ക് ഇന്ന് കൊച്ചിയിലുണ്ടായ കുറച്ച് മോശം അനുഭവം. രാവിലെ 10 മിനിറ്റ് ലേറ്റായിട്ടാണ് സ്റ്റേഷനിൽ ഞാൻ എത്തിയത് എന്നുണ്ടെങ്കിലും ട്രെയിനും 10 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ട്രെയിൻ കിട്ടി. അങ്ങനെ ഞാൻ ഓടി വന്ന് സ്റ്റേഷനിലേക്ക് കയറി ട്രെയിനകത്തൊക്കെ വന്നിരുന്ന് ഭയങ്കരമായിട്ട് ഓടി അലഞ്ഞൊക്കെ വീഡിയോ ഒക്കെ എടുത്ത്. കാര്യം ജനറൽ കമ്പാർട്ട്മെൻറ്റിലും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വന്ന് ആലുവ വന്ന് ഇറങ്ങി നല്ല വിശപ്പ് കാരണം തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവിടെ വന്നിട്ട് ഈ കാണുന്ന മസാല ദോശ ഓർഡർ ചെയ്തു. പക്ഷേ അത്യാവശ്യം കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല മണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം ഫീൽ ചെയ്തത്. പക്ഷേ കഴിച്ചങ്ങോട്ടായ കിഴങ്ങൊക്കെ എടുത്ത് കഴിച്ചപ്പോഴാണ് എനിക്ക് അത്യാവശ്യം ഓക്കെ വൈബ്, ഒരു ജസ്റ്റ് ബിലോ ആവറേജ് കാറ്റഗറിയിൽ ഞാൻ ഈ റേറ്റിംഗ് കൊടുക്കുകയുള്ളൂ. അങ്ങനെ വന്നിട്ട് ഇവിടുന്ന് മസാല ദോശ കഴിച്ചു. എന്തുകൊണ്ടും വട തിരിച്ചയച്ചത് നന്നായി എന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ചായക്ക് 15 രൂപയായ വിവരം ഈ റെസ്റ്റോറൻറ്റിൽ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്യാവശ്യം പ്രീമിയം സർവീസായിട്ടും തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും 10 രൂപയുടെ ചായ 15 രൂപയും 60 രൂപയുടെ മസാല ദോശ 70 രൂപയൊക്കെ ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ ഇറങ്ങി കേട്ടോ. ഈ കാണുന്ന ഹോട്ടലാണ്. കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ പ്രധാനമായിട്ടും വന്ന കാര്യം, ഇന്ന് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാമിന് വേണ്ടിയിട്ടാണ് വന്നത്. വന്ന് കയറിയപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഒരു ജാഥയ്ക്കുള്ള ആളുണ്ടായിരുന്നു. എല്ലാ പിള്ളേരും വന്ന് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ വിഷമത്തിൽ ഞാൻ നേരെ മെട്രോയിലേക്ക് വന്ന് മെട്രോയിൽ ടിക്കറ്റ് എടുത്ത്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ. ആലുവ ടു മറൈൻ ഡ്രൈവ് 50 രൂപ മെട്രോ ടിക്കറ്റാണ് കേട്ടോ ചാർജ് ചെയ്യണത്. അങ്ങനെ അവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് വന്ന് നിന്നപ്പം തന്നെ 5 മിനിറ്റ് തന്നെ ട്രെയിൻ വന്നു കേട്ടോ. അങ്ങനെ ട്രെയിനകത്ത് കയറി ഏറ്റവും നല്ല അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ കോളേജിൽ എൻ്റെ ബെസ്റ്റ് ബഡ്ഡിയെ എൻ്റെ കുഞ്ചുവിനെ കണ്ടു. കുഞ്ചും അവിടെ സ്റ്റേഷനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവനെയും കണ്ട് കുറച്ച് അവനായിട്ടൊക്കെ സംസാരിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ശേഷം നേരെ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. അത് റഹ്മാനിയാണ്. എനിക്ക് വന്നിട്ട് ഇവിടുന്ന് നല്ലൊരു മട്ടൻ ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ആ കണ്ട ഫസ്റ്റ് ഓപ്ഷൻ റഹ്മാനിയാണ്. എന്നാൽ പിന്നെ അവിടെ പോയി മട്ടൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരെ ഇവിടേക്ക് വന്നത്. അങ്ങനെ വന്നിട്ട് മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. വന്ന് കയറി എനിക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ഇരുന്നപ്പം തന്നെ അവന്മാർ എന്നെ കസേരകളെ എളുപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നിരുത്തിയത്. മാത്രമല്ല എനിക്ക് ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ട് മട്ടൻ ബിരിയാണി കഴിക്കാൻ വന്നിട്ട് മട്ടൻ ബിരിയാണി അല്ലാണ്ട് വേറെ ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അത് തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ വന്നെടുത്തതിന് ശേഷമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവന്മാർ പറയണ എത്ര ഹൈപ്പൊന്നും എനിക്ക് ഇവിടുത്തെ ഫീലിന് എനിക്ക് വന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ബിരിയാണികളപ്പുറം എനിക്കൊന്നുമില്ല. ഒരു ടേസ്റ്റ് കൺസിസ്റ്റൻസിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് മട്ടൻ വെൽ കുക്ക്ഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരല്പോടെ എന്തായിരുന്നു മട്ടൻ അടിപൊളിയായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല ചെറിയ 2 പീസായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒന്നുമില്ല. കാര്യം 320 രൂപ കൊടുത്ത് കഴിക്കുന്ന ബിരിയാണിയിൽ എനിക്ക് അതിൻ്റേതായൊരു വേർത്ത് ഫീൽ ചെയ്തില്ല. ഒരു ആവറേജ് ബിരിയാണി ഒന്ന് കഴിച്ചിരിക്കാം, അത്രയും തന്നെ ഉള്ളൂ. ഒരു മലബാർ ഒതൻറ്റിക് ഫീലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എടുത്ത് പറയേണ്ടതായിട്ട് ഇവിടുത്തെ അച്ചാറുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ തന്ന ഡേറ്റ്സിൻ്റെ പിക്കിൾസ്, അതൊരു രക്ഷയില്ലായിരുന്നു മോനെ. അതും ചോറുമായിട്ട് മാത്രം കഴിക്കാം. പക്ഷേ 320 രൂപയുടെ ബിരിയാണിക്ക് ഡേറ്റ്സും ഇതുകൂടെ കഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാനൊന്നുകൂടെ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ റേറ്റ് ഇൻക്ലൂഡിങ് സർവീസ് ആണെങ്കിൽ ഒരു ആവറേജ് സർവീസിനപ്പുറം എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് ലൈമും കഴിച്ചു. ലൈമും 30 രൂപ ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതാണ് ഞാൻ കഴിച്ചതിൻ്റെ ബില്ല്. പിന്നെ കഴിച്ചിട്ട് പിന്നെ പ്രൊമോഷനാണ് അതാണെന്നാണെന്ന് ആരും പറഞ്ഞിട്ട് വന്നേക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് കാണിച്ചത്. പിന്നെ അത്യാവശ്യം ഡൈനിങ് സ്പേസ് അത്യാവശ്യമൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ പിന്നീട് നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോയത്. മറൈൻ ഡ്രൈവിലേക്ക് പോയപ്പോഴാണ് എന്ത് സമാധാനം. പക്ഷേ വെയിലത്ത് നല്ലൊരു തണൽ കണ്ട് അവിടെ ഇരുന്നപ്പോൾ ഉറങ്ങാൻ തോന്നി, സത്യം പറയാമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു, അവരെയൊക്കെ ഞാൻ കണ്ടു. പിന്നെ അവിടുന്ന് ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ എപ്പോഴാണ് എന്നുള്ള ചിന്തയിലായി. അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് പിന്നെ അവിടെ നിന്നുള്ള ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളും കിട്ടിയത്. പിന്നെ അവിടെ നേരെ ഞാൻ സൗത്തിലേക്ക് വരികയും പിന്നെ ആദ്യം തന്നെ കിട്ടിയ ട്രെയിനകത്തെടുത്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് വീഡിയോസായിട്ട് ഇനി കാണാം. അപ്പോൾ സീ യു ഗൈസ്.